സ്ത്രീ ശാക്തീകരണം. ചിലർക്കത് ഒരു വാക്ക് മാത്രം. പക്ഷേ ഗിരീഷ് നെയ്യാറിന് അത് വെറും ആശയമല്ല, ഒരു ജീവിത വ്രതമാണ്. തന്റെ സ്വന്തം സ്ഥാപനങ്ങളിൽ 60%-ലധികം വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കിയ അദ്ദേഹം അവരെ വെറും ജോലിക്കാരായി കണ്ടില്ല, പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് ഉയർത്തി. ഗിരീഷ് നെയ്യാറിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ടാലന്റ് അക്കാദമിയിലെ ഏറ്റവും നിർണായക സ്ഥാനങ്ങളായ അക്കാഡമിക് ഹെഡ്, റിസർച്ച് ഹെഡ് തസ്തികകളിൽ ദീർഘകാലം പ്രവർത്തിച്ചത് വനിതകളാണ്. റിസർച്ച് അസിസ്റ്റന്റായി, ക്ലാസ് കോർഡിനേറ്ററായി ഒരു മുൻപരിചയവുമില്ലാതെ തുടങ്ങിയവർ പിന്നീട് 100-ലധികം സ്റ്റാഫിനെയും 1000-ലധികം വിദ്യാർത്ഥികളെയും ഒരേ സമയം മാനേജ് ചെയ്യുന്ന നിലയിലേക്ക് വളർന്നു. അതാണ് ഗിരീഷ് നെയ്യാർ എന്ന നേതാവിന്റെ നേതൃത്വ പാടവം. തന്റെ കൂടെയുള്ളവരെ അവരവരുടെ കഴിവുകൾ പരമാവധി വിനിയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് വളർത്തിയെടുത്ത നേതാവ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ തന്നെ അപൂർവമായൊരു തീരുമാനം, ആർത്തവ അവധി. ഗിരീഷ് നെയ്യാറിന്റെ സ്ഥാപനങ്ങളായ വേവിധയും വിസ്കൂളും ആ ആദരം നടപ്പിലാക്കിയ സ്ഥാപനങ്ങൾ. കുഞ്ഞുനാളിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട അദ്ദേഹം നമ്മുടെ അമ്മമാരും സഹോദരിമാരും കുടുംബത്തിനും സമൂഹത്തിനും നൽകുന്ന നിസ്വാർത്ഥ സേവനത്തിന് ഒരു ആദരമായി നടപ്പിലാക്കിയ ഈ തീരുമാനം നമ്മൾ പലപ്പോഴും നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളെയും എത്ര സൂക്ഷ്മതയോട് സമീപിക്കണമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. പാറശാലയിലെ സ്ത്രീജനങ്ങളുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികളാണ് ഗിരീഷ് നെയ്യാറിന്റെ മനസ്സിലുള്ളത്. വിദ്യാഭ്യാസം, ടെക്നോളജി എന്നിവയിലൂന്നിയുള്ള പാറശാലയുടെ സമഗ്ര വികസനത്തിന് പിന്തുണയേകുക എന്നത് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച തീരുമാനം. സ്ത്രീകൾ സാമ്പത്തികമായും സാമൂഹികമായും ശാക്തീകരിക്കപ്പെട്ടാൽ ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ മാറും. വിദ്യാഭ്യാസം, ടെക്നോളജി ഇവയിലൂന്നിയുള്ള സമഗ്ര വികസനം, അതാണ് പാറശാലയുടെ ഭാവി. ഈ മാറ്റത്തിനായി വിദ്യാസമ്പന്നനും യുവത്വത്തിന്റെ ചുറുചുറുക്കും നിറഞ്ഞ ഗിരീഷ് നെയ്യാറിനെ പാറശാലയുടെ ജനപ്രതിനിധിയായി നമ്മൾ ഒരുമിച്ച് തിരഞ്ഞെടുക്കേണ്ട സമയം ഇതാണ്.